ഹലോ, എല്ലാവർക്കും ഗൗരീസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് എങ്ങനെയാണ് സിമ്പിളായിട്ട് രസം തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടുന്നത് ആദ്യം ഒരു 10-15 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് പൊടിയായിട്ട് നുറുക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ വേണ്ടുന്നത് 2 ചെറിയ തക്കാളി, ചെറുതല്ല മീഡിയം സൈസിലുള്ള 2 തക്കാളി, പിന്നെ 2 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി കുറച്ച് വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചേക്കുകയാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പാൻ വെച്ച് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. പിന്നെ ഒരു 1-2 വറ്റൽമുളക് ചേർക്കാം. പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിനകത്ത് ആവശ്യമുള്ള കറിവേപ്പില നമുക്ക് ചേർക്കാം. അപ്പോൾ ഇനി ഇത് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് പൊടികളൊക്കെ ചേർക്കാൻ. അപ്പോൾ ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അപ്പോൾ ഇത് ചേർത്ത് നമുക്ക് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ചേർക്കാം. അപ്പോൾ തക്കാളി ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. അപ്പോൾ തക്കാളി ഏകദേശം ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് പുളി വെള്ളം ചേർക്കാം. എടുത്തു വെച്ചേക്കുന്ന പുളിവെള്ളം ചേർക്കാം. അപ്പോൾ ഇനി ഇതിനകത്ത് ഗ്രേവി എത്രത്തോളം വേണം എന്നത് അവരവരുടെ താല്പര്യം അനുസരിച്ചാണ്. ഞാനിതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു കാര്യം പറയാൻ വിട്ടുപോയെന്ന് വെച്ചാൽ പച്ചമുളക് ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടില്ല. അപ്പം ആദ്യം ഞാൻ പച്ചമുളക് ചേർക്കണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ നോക്കിയപ്പോൾ കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് പച്ചമുളക് ആവശ്യമില്ലാന്ന് തോന്നിയത് കൊണ്ട് മാറ്റി വെച്ചതാണ്. വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. രസം നന്നായിട്ട് തിളച്ച് ഒന്ന് പാകമായി വന്നാൽ മാത്രമേ രസത്തിന് അത് ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് തിളക്കണം. പിന്നെ ചിലർ മുളക് പൊടി ചേർക്കില്ല, അല്ലാണ്ട് തന്നെ പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രം ചേർത്തിട്ട് രസം ഉണ്ടാക്കും. അത് ഓരോരോ താല്പര്യമാണ്, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി ഇതിലേക്ക് മല്ലിയില കൂടി ചേർക്കുക. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മല്ലിയില കൂടി ചേർത്തിട്ട് നമുക്ക് വാങ്ങാം. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് രസം ഉണ്ടാക്കാം. ഇതിനകത്ത് ചിലർ മല്ലിപ്പൊടിയൊക്കെ ചേർക്കും, പക്ഷേ ഇത് സിമ്പിളായിട്ടുള്ള ഒരു രസമാണ്. അപ്പോൾ നിങ്ങൾ ഏവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ ഇത് ചൂട് ചോറിൻ്റെ കൂടെ രസവും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യുക. അതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.